ഇതാണ് പവർ കട്ടില്ലാത്ത 9 വർഷം. വീട്ടിൽ എമർജൻസി ബൾബുള്ളതുകൊണ്ട് ഭാഗ്യം. ഇപ്പോൾ റോട്ടിൽ 12 മണിക്ക് റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട അവസ്ഥയായി കാറ്റിന് വേണ്ടി. പവർ കട്ടില്ലാത്ത കേരളം. രാത്രി കാലത്ത് എന്തേ കറണ്ട് പോകുന്നു വിളിച്ചിട്ട് KSE വിളിക്കാൻ നിൽക്കുമ്പോൾ അവർ റിസീവർ താഴെ വെച്ചു. സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവരും ഇതേ അവസ്ഥ. പാവങ്ങൾ അവരും പറയാം ഞങ്ങളും ചൂട്ടിലായിരിക്കുന്നത്, വേർത്തുകൊണ്ടായിരിക്കുക. ആർക്കാ കംപ്ലയിൻ്റ് കൊടുക്കാൻ ചോദിച്ചപ്പോൾ അതും അറിയില്ല ഇതിനെതിരെ ചൂടിന്. എന്നിട്ട് വലിയ പോസ്റ്ററും വെച്ച് പവർ കട്ടില്ലാത്ത 9 വർഷം. ഇത് കറണ്ട് ഉണ്ടെങ്കിലല്ലേ പവർ കട്ടൊക്കെ ഉണ്ടാവും. കറണ്ട് വേണ്ടേ? അതിന് മുമ്പ് പവർ കട്ട് മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോൾ കറണ്ടും ഇല്ല, പവർ കട്ടും ഇല്ല, ഒരു മെസ്സേജും ഇല്ല, കറണ്ട് പോകുമോ വരുമോ ഒന്നുമില്ല. രാവിലെ നേരം വെളുത്താൽ 9 മണി തൊട്ട് 5 മണി വരെ കറണ്ട് പോകും. ആ മെസ്സേജ് കറണ്ട് പോവുക. പവർ കട്ടില്ലാത്ത കേരളം. അടുത്തത് മഴയായി, അതുകൊണ്ട് മരം പച്ച പിടിച്ചു, മരം വളർന്നു, മരം വെട്ടണം, കറണ്ട് പോയി. വേനൽക്കാലമായി, മരം ഉണങ്ങി, കൊമ്പൊടിഞ്ഞു, മരം വെട്ടണം, കറണ്ട് പോയി. ഇതാണ് കേരളത്തിലുള്ള അവസ്ഥ ഇപ്പോൾ. എന്നിട്ട് വലിയ പോസ്റ്റർ പവർ കട്ടില്ലാത്ത കേരളം. അത് പിന്തുണക്കാനും അത് കണ്ടിട്ട് സ്വന്തം വീട്ടിൽ കറണ്ട് പോയാൽ കാണും, എന്നിട്ട് അതിന് കുത്തിയിട്ട് ലൈക്ക് കൊടുക്കാനും അതിനും കുറേ ആൾക്കാരും വിവരമില്ലായ്മകൾ ഓട്ടന്മാരും. എന്നാൽ ഇവിടെ ഇതിലേതാ കംപ്ലയിൻ്റ് കൊടുക്കേണ്ടത്, ആർക്കെതിരെയാണ് കംപ്ലയിൻ്റ് കൊടുക്കേണ്ടതെന്നും അറിയില്ല. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയണം. പണ്ടത്തെ പോലെയല്ല, കാലമൊക്കെ മാറിയില്ലേ. ആദ്യമൊക്കെ പറയായിരുന്നു കറണ്ടിൻ്റെ ലഭ്യതയാണ് വൈദ്യുതി ലഭ്യത കുറവ്. ഇപ്പോൾ 20 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ സോളാർ വെച്ച് അങ്ങോട്ട് വൈദ്യുതി കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നു. ഈ സമയത്തും വൈദ്യുതി കുറവെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നത് വെറും പൊട്ടത്തരമാണ്. അത് വിശ്വസിക്കുന്നത് അതിനും വലിയ പൊട്ടത്തരമാണ്.